സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മളെ കിതാബു തൗഹീദില് ഏകദേശം 8 അധ്യായങ്ങൾ കഴിഞ്ഞു. 9-ാമത്തെ അധ്യായം അള്ളാഹു അല്ലാത്തവരുടെ പ്രീതിക്ക് വേണ്ടി അറുക്കൽ. ആ വിഷയത്തെ കുറിച്ചാണ് ഇന്നത്തെ പാഠം. അപ്പൊ അതില് 6-ാം അധ്യായം 162, 63 ആയത്തുകള് തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ട്. അതില് 162, 63 ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ. നമുക്കൊക്കെ അത്യാവശ്യം കേട്ട് പരിചയമുള്ള ചില പ്രയോഗങ്ങളാണ്. ഇന്ന സ്വലാത്തി വനുസുക്കി, എൻ്റെ നമസ്കാരം, എൻ്റെ പ്രാർത്ഥനകൾ, വനുസുക്കി എൻ്റെ ബലികർമ്മങ്ങൾ, വമഹ്യായ വമമാതി എൻ്റെ ജീവിതവും എൻ്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിനുള്ളതാണ്. ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ. ലാ ശരീക ലഹു, അവന് യാതൊരു പങ്കുകാരേയില്ല. വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ, അപ്രകാരമാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. വഅന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ അവന് കീഴ്പ്പെടുന്നവരിൽ ഒന്നാമനാണ്. അപ്പം എല്ലാ ആരാധനാ കർമ്മങ്ങളും, എല്ലാ ബലികർമ്മങ്ങളും, ജീവിതവും മരണവും എല്ലാം അത് ലോകരക്ഷിതാവായ അള്ളാഹുവിനുള്ളതാണ് എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രതിജ്ഞയാണ്, പ്രഖ്യാപനമാണ്. നമ്മുടെ നമസ്കാരത്തിൽ, പ്രാരംഭ പ്രാർത്ഥനകളിലെല്ലാം വജ്ഹത്തുവിന്റെ കൂടെയൊക്കെ നമ്മൾ ഇത് ചൊല്ലാറുണ്ട്, ഇതിന് സമാനമായ വാചകങ്ങൾ. അതേപോലെ അള്ളാഹു പറയാണ് ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, നീ നിന്റെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കുകയും ബലി അർപ്പിക്കുകയും ചെയ്യുക. വൻഹർ ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായമാണ് സൂറത്തുൽ കൗസർ. അതിന്റെ 3-ാമത്തെ ആയത്താണ്, 2-ാമത്തെ ആയത്താണ് ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. ഫസ്വല്ലി, നീ നിസ്കരിക്കുക, ലിറബ്ബിക നിന്റെ റബ്ബിന് വേണ്ടി, വൻഹർ നീ ബലി അർപ്പിക്കുകയും ചെയ്യുക. നെഹർ, നെഹറ എന്നൊക്കെ പറഞ്ഞാൽ ബലി അർപ്പിക്കലിനാണ്. അപ്പൊ പ്രത്യേകിച്ച് ബലികർമ്മത്തെ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന് വേണ്ടി നിർവഹിക്കേണ്ട നമസ്കാരം പോലെ തന്നെ ബലികർമ്മവും അള്ളാഹുവിന് വേണ്ടിയാണ്. എന്താ നമ്മുടെ ഈ പാഠത്തിന്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് അറവാണ്. അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി അറുക്കുക എന്നതാണ്. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് മാത്രം പോവാം. അതുമായി ബന്ധപ്പെട്ട് ഇതിൽ വന്നിട്ടുള്ള ഒരു ഹദീസ്, ഒന്നാമത് കൊടുത്തിട്ടുള്ള ഹദീസാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി അർബഇ കലിമാത്തിൻ, 4 കാര്യങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 4 കാര്യങ്ങൾ. ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്, ലഅനല്ലാഹു മൻ നാവാ മുഹ്ദിസ, ലഅനല്ലാഹു മൻ ലഅന വാലിദൈഹി, ലഅനല്ലാഹു മൻ ഗയ്യറ മനാറൽ അർളി. അതില് 4 കാര്യങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിലാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഹദ്ദസനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു. നബി എന്നോട് 4 കാര്യങ്ങൾ, ബി അർബഅ കലിമാത്തിൻ, 4 കാര്യങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു. ആ 4 കാര്യങ്ങൾ ഏതാണ്? ഒന്ന്, ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുത്തവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. ലഅനല്ലാഹു മൻ നാവാ മുഹ്ദിസ, പിന്നെ ഇസ്ലാമിക നിയമപ്രകാരം ശിക്ഷയ്ക്ക് വിധേയനായ കുറ്റവാളിക്ക് അഭയം നൽകുന്നവനെയും ശപിച്ചിരിക്കുന്നു. ആവാ മുഹദിസ എന്ന് പറഞ്ഞാൽ, ആവാ എന്ന് പറഞ്ഞാൽ അഭയം നൽകുക, മുഹദ്ദിസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, ഇസ്ലാമിക ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെട്ട വ്യക്തി, ആ വ്യക്തിക്ക് അഭയം നൽകൽ കുറ്റമാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. ഇനി 3-ാമത് പറഞ്ഞത് ലഅനല്ലാഹു മൻ ലഅന വാലിദൈഹി, തന്റെ മാതാപിതാക്കളെ ശപിച്ചവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. 4-ാമത്തത് ലഅനല്ലാഹു മൻ ഗയ്യറ മനാറൽ അർളി, ഭൂമിയുടെ അതിരുകളെ ലംഘിക്കുന്നവനെയും
അള്ളാഹു ശപിച്ചിരിക്കുന്നു. അപ്പൊ 4 കാര്യങ്ങൾ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയ ഗൗരവമുള്ള സംഗതിയാണ്. അള്ളാഹിന്റെ ശാപം ഇറങ്ങുന്ന ഒരു പ്രവൃത്തി ഒരിക്കലും ഒരു മനുഷ്യനിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗൗരവമുള്ള പ്രയോഗങ്ങളാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു തരുമ്പോൾ അതിൽ ഒരിക്കലും അറിഞ്ഞും അറിയാതെയും അതിൽ വീണു പോവരുത്. അത് നമ്മിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. ആ 4 കലിമത്തുകൾ ബിഅർബഇ കലിമാത്ത് എന്നാണ്, 4 കാര്യങ്ങൾ. അതിൽ ഒന്നാമത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാ എന്നാണ്. അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കുന്നത് അവര് അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നതാണ്. അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യുക. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട പ്രയോഗം അവിടെയാണ്, ഒന്നാമത്തെ കെലിമത്തിലാണ് ഉള്ളത്. ലഅന വാക്ക് ആവർത്തിച്ചു വന്നിട്ടുണ്ട് ഹദീസില്. ലഅന എന്ന് പറഞ്ഞാൽ ശപിച്ചു എന്നാണ്. നമ്മള് ഇബ്ലീസിന്റെ പേരൊക്കെ കേൾക്കുമ്പോൾ സാധാരണ പറയാറുണ്ട് എന്താ, ലഅനത്തുല്ലാഹി അലൈഹി എന്ന്, അവന്റെ മേൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാവട്ടെ എന്ന് പറയാറുണ്ട്. അപ്പം ലഅന എന്ന് പറഞ്ഞാൽ ഇവിടെ ആ പദത്തിന്റെ അർത്ഥം ശപിച്ചു എന്നാണ്. അപ്പൊ അള്ളാഹു ശപിച്ചിരിക്കുന്നു. 4 വിഭാഗത്തെ പറഞ്ഞു. അതിൽ ഒന്നാമത് പറഞ്ഞത് മൻ ദബഹ ലിഗൈരില്ലാ, ഗൈരില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പുറമെ അഥവാ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി. ഗൈരില്ല, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കുന്നവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നാണ്. ഇനി ഇതില് വേറൊരു സംഭവം കൂടി പിന്നെ കൊടുക്കുന്നുണ്ട്. ഒരു ചരിത്രം, ഒരു ഭാഗം ഇവിടെ പറയുന്നുണ്ട്. ത്വാരിഖ് ബിൻ ശിഹാബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിച്ചു വന്ന ഒരു സംഭവം അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഈച്ചയുടെ വിഷയത്തില് 2 ആളുകൾ, ഒരാൾക്ക് സ്വർഗവും ഒരാൾക്ക് നരകവും ലഭിച്ച ഈച്ചയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം പറയുന്നുണ്ട്. അപ്പൊ അതിലെ ഹദീസിൽ നമുക്ക് കാണാം, ദഖലൽ ജന്നത റജുലുൻ ഫീ ദുബാബിൻ, ഒരു ഈച്ചയുടെ വിഷയത്തിൽ ഒരാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു. വദഖലൻ നാറ റജുലുൻ, ഒരാള് നരകത്തിലും പ്രവേശിച്ചു. ഫീ ദുബാബിൻ, ഒരു ഈച്ചയുടെ കാര്യത്തിൽ. അപ്പോ ഖാലു വകൈഫ ദാലിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ അതെങ്ങനെയാണ്? അപ്പൊ ഇത് കേട്ടപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, എങ്ങനെയാണ് റസൂലെ അങ്ങനെ ഈച്ചയുടെ വിഷയത്തിൽ ഒരാൾ സ്വർഗത്തിലും ഒരാൾ നരകത്തിലും പ്രവേശിക്കുക? അപ്പൊ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മർറ റജുലാനി അലാ ഖൗമിൻ, 2 ആളുകൾ ഒരു സമൂഹത്തിന്റെ, ഒരു നാട്ടിലെ ജനതയുടെ ആ നാട്ടിലൂടെ കടന്നുപോയി. ലഹും സ്വനമുൻ, അവർക്ക് ആ നാട്ടുകാർക്കൊരു ബിംബം ഉണ്ടായിരുന്നു, ഒരു പ്രതിഷ്ഠ ഉണ്ടായിരുന്നു. ലാ യജൂസുഹു അഹദുൻ ഹത്താ യുഖരിബ ലഹു ഷൈഅ, അപ്പൊ അതിലൂടെ നടന്നു പോയി കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും ഒരു നേർച്ച നൽകാതെ, എന്തെങ്കിലും ഒരു ഖുർബാൻ എന്ന് പറഞ്ഞ ഒരു പിന്നെ ഈ പറഞ്ഞ ബലി നൽകാതെ അതിന്റെ സമീപത്തു കൂടി കടന്നു പോകാൻ ആരെയും അനുവദിക്കുമായിരുന്നില്ല ആ നാട്ടുകാർ. ഫഖാലു ലി അഹദിഹിം, അതുകൊണ്ട് തന്നെ അവരുടെ കൂട്ടത്തിൽ ഒരാളോട് പറഞ്ഞു, ഈ അവിടെ നടന്നുപോയ 2 പേരിൽ ഒരാളോട് ഇവര് പറഞ്ഞു, കരിബ്, നീ എന്തെങ്കിലും പിന്നെ ബലി നൽകുക എന്ന്. ഖാല ലൈസ ഇൻദി ഷൈഉൻ ഉഖരിബുഹു, ഒരാൾ പറഞ്ഞു, എൻ്റെ അടുത്ത് ബലി നൽകാൻ ഒന്നുമില്ല. ഖാലു ലഹു, അപ്പോൾ അദ്ദേഹത്തോട് ഇവര് പറഞ്ഞു, ആ നാട്ടുകാർ പറഞ്ഞു, ഖരീബ് വലൗ ദുബാബൻ, ഒരു ഈച്ചയെങ്കിലും, നീ ഒന്നുമില്ലെങ്കിൽ ബലി നൽകാൻ വേറെ വലിയ മൃഗങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു ഈച്ചയെ പിടിച്ചെങ്കിലും നീ എന്ത് ചെയ്യാ, ബലി നൽകുക. അപ്പൊ കറബ ദുബാബൻ, അപ്പൊ അയാൾ ഒരു ഈച്ചയെ ബലി നൽകിയെന്ന, ആ പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ട് ഈച്ചയെ ബലി നൽകി. ഫഹല്ലു സബീലഹു, അയാളെ എന്നിട്ട് ആ നാട്ടുകാർ അയാളുടെ വഴിക്ക് വിട്ടു. ഫദഖലൻ നാർ, പക്ഷെ അയാൾ അത് കാരണത്താൽ നരകത്തിൽ പ്രവേശിച്ചു. ഫഖാലു ലിൽ ആഖർ, അതേപോലെ മറ്റൊരാളോട് ഇവര് പറഞ്ഞു, ഖരീബ്, നീ ബലി നൽകുക ആ ബിംബത്തിന്. ഖാല മാ കുന്തു ലി ഉഖരിബ ലി അഹദിൻ ഷൈഅൻ ദൂനല്ലാഹ്, ഇദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന് പുറമെ ഒരാൾക്കും ഞാൻ ബലി നൽകുകയില്ല. ഫളറബു ഉനുഖഹു, അപ്പോൾ അവർ അദ്ദേഹത്തിന്റെ കഴുത്ത് വെട്ടി, അദ്ദേഹത്തിന്റെ പെരടി വെട്ടി. ഫദഖലൽ ജന്ന, പക്ഷെ അയാൾ അതുകൊണ്ട് സ്വർഗത്തിലും പ്രവേശിച്ചു. അപ്പൊ ഈ ഒരു സംഭവം പിന്നെ ഇമാം അഹ്മദ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിന്റെ സനദിലൊക്കെ വന്നിട്ടുണ്ട് ഈ അസർ. പിന്നെ ഇമാം അഹ്മദ് കിതാബ് സുഹുദില് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ചരിത്ര സംഭവം കൂടിയാണ്. അപ്പൊ ഏതായാലും ഇവിടെ 2 കാര്യങ്ങൾ, പിന്നെ ഒരു ഗൗരവപ്പെട്ട ഒരു വിഷയം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്.
അതായത് അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കുന്നത് ഇത് വലിയ കുറ്റമാണ്, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്, അത് ശിർക്കാണ്, അത് കുഫ്രാണ്, അത് ബഹുദൈവ വിശ്വാസത്തിന്റെ ഭാഗമാണ്, അള്ളാഹുവിന്റെ ശാപം കിട്ടുന്ന പണിയാണ്. അതോടൊപ്പം പിന്നെ സ്വർഗം നിഷിദ്ധമാകുന്ന കാര്യമാണ്, നരകം ലഭിക്കുന്ന കാര്യമാണ്. ഇനി ആ ബലി നൽകുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു ഈച്ച എന്ന് പറഞ്ഞാൽ വലിയ വിലയുള്ള സംഗതിയൊന്നുമല്ല. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈച്ചയ്ക്ക് ഒരു വിലയും നമ്മൾ കൊടുക്കാറില്ല. നമ്മുടെ മൂക്കിന്റെ തുമ്പത്തൂടിയൊക്കെ പാറി പറന്ന് കളിക്കുന്ന ഒരു നിസ്സാര ജീവിയാണ് ഈച്ച, കൊതുക് ഒക്കെ. ഇതിനൊന്നും നമ്മളൊരു വിലയും കൽപ്പിക്കുന്നില്ല. പക്ഷെ ആ ഈച്ചയെ ആയിരുന്നിട്ട് പോലും ഒരു നിസ്സാരമായ വസ്തുവിനെ പോലും അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലി കൊടുക്കുക, അല്ലെങ്കിൽ ആ ബലി കൊടുക്കാൻ തയ്യാറാവുക എന്നത് ഒരു വലിയ കുറ്റമായിട്ടാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോ ഇന്ന് പിന്നെ നമ്മുടെയൊക്കെ നാടുകളിൽ മൃഗങ്ങളെ തന്നെ, അള്ളാഹുവിന് വേണ്ടി ബലിയറുക്കുന്ന മൃഗങ്ങളെ പോലും അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയൊക്കെ ബലിയറുക്കുന്ന സമ്പ്രദായങ്ങളും രീതികളും ഇന്നും ഏറെക്കുറെയൊക്കെ നമ്മുടെയൊക്കെ നാട്ടുകളിൽ ഉണ്ട്, നാട്ടിൻ പ്രദേശത്തൊക്കെ കൂടുതലുണ്ട്. അപ്പൊ ബദരീങ്ങൾക്ക് വേണ്ടി തന്നെ ബലി അറുക്കുന്ന ആൾക്കാരുണ്ട്, മൊയ്തി ഷെയ്ഖിന് വേണ്ടി ബലി അറുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പിന്നെ ഏതെങ്കിലുമൊക്കെ മക്ബറ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ മക്ബറയിലെ ജാറത്തിലെ ഷെയ്ഖിനെ ഒക്കെ ഉദ്ദേശിച്ച് അവരുടെ പ്രീതിയും പൊരുത്തവും എല്ലാം ആഗ്രഹിച്ച് ബലി അർപ്പിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ആർക്ക് വേണ്ടി ആയിരുന്നല്ല, അള്ളാഹു അല്ലാത്തവർ എന്നാണ് ഇവിടെ പറഞ്ഞത്. അള്ളാഹു അല്ലാത്ത ആർക്ക് വേണ്ടി ഒരു ഈച്ചയെ പോലും അല്ലെങ്കിൽ ഒരു കൊതുകിനെ പോലും ബലി അർപ്പിക്കാൻ പാടില്ല. അത് വലിയ കുറ്റമാണ് എന്നാണ് ഈ സംഭവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇതിന്റെ ആ പാഠങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ അടുത്ത അധ്യായവും കൂടി, 2-3 ചെറിയ അധ്യായങ്ങളാണ്. അടുത്ത അധ്യായം കൂടി ഒന്ന് അതിന്റെ കൂടി ഒന്ന് നിങ്ങൾ നോക്കുക. നമ്മുടെ പുസ്തകം കുറച്ച് വലിപ്പമുള്ള ബുക്കാണ്. അടുത്ത അധ്യായത്തിന്റെ പേര് കൊടുത്തിട്ടുള്ളത് അള്ളാഹു അല്ലാത്തവർക്ക് ബലി നൽകിയ സ്ഥലത്തു പോലും അള്ളാഹുവിന് ബലി നൽകാൻ പാടില്ല എന്ന അധ്യായമാണ്. ഇതുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരു പാഠമായതുകൊണ്ട് അതുകൂടി നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം ഒരു ആയത്ത് കൊടുത്തിട്ടുണ്ട്. ആയത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ആയത്താ കൊടുത്തത്. ലാ തഖും ഫീഹി അബദ ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി ഫീഹി റിജാലു യുഹിബ്ബൂന അൻ യതത്വഹറു വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. അതായത് ഒരു പള്ളിയിൽ, അഥവാ പിന്നെ കപട വിശ്വാസികളൊക്കെ സ്ഥാപിച്ച ഒരു പള്ളിയിൽ നമസ്കരിക്കരുത് എന്ന് അള്ളാഹു പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നിർദ്ദേശമാണ്. മറിച്ച് തഖ്വയിന്മേൽ സ്ഥാപിതമായ പള്ളിയാണ് നമസ്കരിക്കാൻ ഏറ്റവും അർഹമായിട്ടുള്ളത് എന്നും അവിടെ ഫീഹി റിജാലു യുഹിബ്ബൂന അൻ യതത്വഹറു, പരിശുദ്ധി പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവിടെയുണ്ട്. അല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ, പരിശുദ്ധി പ്രാപിക്കുന്ന, ശുദ്ധി കൈവരിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 108-ാമത്തെ ആയത്താണ്. അപ്പൊ അത് ഏതൊരു കാര്യത്തിലും സൂക്ഷ്മതയും പിന്നെ ഏറ്റവും നല്ലതും തിരഞ്ഞെടുക്കണം എന്നുകൂടി പഠിപ്പിക്കുന്നതാണ്. പള്ളികളായാൽ പോലും ആ പള്ളികളിൽ തന്നെ ഇപ്പൊ നമ്മൾ തന്നെ തൗഹീദിന്റെ പള്ളികൾ എന്ന് പറഞ്ഞാൽ, സുന്നത്ത് നിലനിർത്തുന്ന പള്ളികൾ എന്ന് പറഞ്ഞാൽ ആ പള്ളികൾക്ക് മറ്റു പള്ളികളെ അപേക്ഷിച്ച് പ്രത്യേകതയുണ്ട്, പ്രാധാന്യമുണ്ട്. ഇപ്പൊ എല്ലാ പള്ളികളും, ഇപ്പൊ ജാറം ഉൾപ്പെടെയുള്ള ഷിർക്കും കുഫറും ബിദാറ്റും ഒക്കെ നടക്കുന്ന പല പള്ളികള് നമ്മുടെയൊക്കെ നാട്ടിലുണ്ട്. അപ്പം ആ തഖ്വയുടെ മേൽ സ്ഥാപിതമായ പള്ളികൾക്ക് അതിൻ്റെതായ സ്ഥാനമുണ്ട്. തൗഹീദിൽ അധിഷ്ഠിതമായി ഉയർത്തപ്പെട്ട പള്ളികൾക്ക് അവിടെ പോയി നിസ്കരിക്കുക, അവിടെ പോയി സുജൂദ് ചെയ്യുക, അവിടെയുള്ള ഇസ്ലാം പഠിപ്പിച്ച പുണ്യകരമായ കൃത്യമായ സുന്നത്തുകളിൽ നിർദ്ദേശിച്ച കാര്യങ്ങളും കർമ്മങ്ങളും ഒക്കെ നിർവഹിക്കുക എന്നത് അതാണ് ഏറ്റവും ഉചിതമായ, ഏറ്റവും നല്ലത് എന്നുകൂടി അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഏതായാലും ആ രൂപത്തിലൊക്കെ വിശ്വാസത്തിലും പ്രവർത്തനങ്ങളിലും കർമ്മങ്ങളിലും എല്ലാം പരിശുദ്ധി കൈവരിക്കുന്ന, ശുദ്ധി കൈവരിക്കുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. തഖ്വയിൽ സ്ഥാപിതമായ അവിടെ നിർവഹിക്കപ്പെടുന്ന ആരാധനാ കർമ്മങ്ങൾക്ക് പ്രാധാന്യമുണ്ട് എന്നൊക്കെ വിശദീകരിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പൊ അവിടെ ഇതിന്റെ ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും വളരെ നല്ല നിഷ്കളങ്കമായ നെയ്യത്തോടും ആത്മാർത്ഥതയോടും ഇഖ്ലാസോടും കൂടി ചെയ്യാൻ ശ്രദ്ധിക്കണം. നിസ്കാരമായാലും ഏത് കർമ്മമായിരുന്നാലും. ഇവിടെ അടുത്തൊരു ഹദീസ് സാബിത്ത് ബിനു ലഹാഖ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ അദ്ദേഹം പറയാൻ, റജുലുൻ
ഐ എൻഹറ ഇബിലൻ ബി ബുവാന. ഒരാള് ബുവാന എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് പോയിട്ട് ഒരു ബലി അറുക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ അയാള് അള്ളാഹുവിന് വേണ്ടിയാണ് ബലി അറുക്കുന്നത്. പക്ഷെ അയാള് ബുവാന എന്ന പ്രദേശം തിരഞ്ഞെടുത്തു. ബുവാന ഒരു സ്ഥലപ്പേരാണ്. അപ്പൊ ആ സ്ഥലത്ത് പോയിട്ട് ബലി അറുക്കണം എന്ന് അദ്ദേഹം ഇങ്ങനെ ഒരു നിയത്ത് ചെയ്തു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നേർച്ച നേർന്നു. ഫസഅല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതിനെക്കുറിച്ച് ചോദിച്ചു, അതിനെക്കുറിച്ച് പറഞ്ഞു, പ്രവാചകരെ ഞാൻ ബുവാന എന്ന സ്ഥലത്ത് വെച്ചിട്ട് നേർച്ച അല്ലെങ്കിൽ ഒരു അറവ് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് വല്ല തെറ്റുണ്ടോ കുഴപ്പമുണ്ടോ എന്നറിയാനായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത്. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹൽ കാന ഫീഹാ വസനുൻ മിൻ ഔസാനിൽ ജാഹിലിയത്തി യുഅബദ്. ആ സ്ഥലത്ത്, ഈ ബുവാന എന്ന് പറയുന്ന സ്ഥലത്ത് ജാഹിലിയ കാലഘട്ടത്തിൽ ആരാധിക്കപ്പെട്ടിരുന്ന ഏതെങ്കിലും ബിംബങ്ങൾ നിലകൊള്ളുന്ന ഒരു സ്ഥലമാണോ ഈ ബുവാന? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്. ആ ബുവാന എന്ന് പറഞ്ഞ സ്ഥലം തെരഞ്ഞെടുത്തപ്പോ ആ ബുവാന എന്ന സ്ഥലത്ത് ജാഹിലിയ കാലഘട്ടം, ഇപ്പോഴല്ല മുമ്പ് ജാഹിലിയത്തിൽ വല്ലോ ഇതുപോലെ പിന്നെ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയുള്ള ഏതെങ്കിലും ബിംബങ്ങൾ, അള്ളാഹു അല്ലാത്ത ആരാധിക്കപ്പെട്ട ഏതെങ്കിലും ബിംബങ്ങൾ നിലനിന്നിരുന്ന എന്തെങ്കിലും ഒരു സ്ഥലമാണോ? കാലൂല. അപ്പൊ അവര് പറഞ്ഞു അല്ല, അങ്ങനെ ഒരു ബിംബങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു, ഫഹൽ കാന ഫീഹാ ഈദുൻ മിൻ അയാദിഹിം. ഇനി പിന്നെ ജാഹിലിയത്തിലുള്ള ആളുകളുടെ ഏതെങ്കിലും ആഘോഷങ്ങൾ നടന്നിരുന്ന പ്രദേശമാണോ അത്? അവരുടെ വല്ല ഉത്സവങ്ങളോ ആഘോഷങ്ങളോ ആചാരങ്ങളോ ആ രൂപത്തിൽ എന്തെങ്കിലും നടന്നിരുന്ന പ്രദേശമാണോ ബുവാന? അപ്പോഴും കാലൂല, അവര് പറഞ്ഞു അല്ല, അങ്ങനെ ഒരു ആഘോഷവും ഇതൊന്നും നടന്നിരുന്ന ഒരു സ്ഥലമല്ല. കാലു കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔഫി ബിനദിരിക. അങ്ങനെയാണെങ്കിൽ നീ നിന്റെ നേർച്ച നിറവേറ്റിക്കൊള്ളുക. ഫഇന്നഹു ലാ വഫാ ലിനദിരിൻ ഫി മാസിയത്തില്ല. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ ഒരു നേർച്ചയും നീ പൂർത്തീകരിക്കേണ്ടതില്ല. വലാ ഫീമാ ലാ യംലികു ഇബ്നു ആദം. ഒരു മനുഷ്യന് കഴിയാത്ത വിഷയത്തിൽ, ആദമിന്റെ മക്കൾ ഉടമപ്പെടുത്തിയിട്ടില്ലാത്തതിലും നേർച്ച പൂർത്തിയാക്കേണ്ടതില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ്. അപ്പൊ ഈ ഹദീസിൽ നിന്നും മനസ്സിലാക്കാനുള്ള വിഷയം എന്താണ്? ഒരു അള്ളാഹുവിന് വേണ്ടി നിർവഹിക്കുന്ന ഒരു ആരാധനാ കർമ്മമായിരുന്നിട്ട് കൂടി ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് അത് നടത്താൻ ആരെങ്കിലും തീരുമാനിക്കുമ്പോൾ അതിന്റെ പിന്നിലെ താല്പര്യം എന്താണെന്ന് കൂടി അന്വേഷിക്കണം. പിന്നെ സ്ഥലത്ത് വെച്ച് അത് കൊടുക്കുന്നതിന് കുഴപ്പമുണ്ടോ എന്നൊക്കെ നമ്മൾ സാധാരണ ചോദിക്കും. അപ്പൊ ഇതില് പിന്നെ ഈ ഫത്വ കൊടുക്കുമ്പോൾ ചാടിക്കയറി ഫത്വ കൊടുക്കുക എന്നതല്ല എന്നത് കൂടി ഇതിലൊരു പാഠമുണ്ട്. കാരണം ഭുവാനിയിൽ വെച്ചിട്ട് നേർച്ച അല്ലെങ്കിൽ ഒരു അറവ് ഞാൻ നടത്തിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുഴപ്പമില്ല എന്ന് പറയുന്നില്ല. മറിച്ച് അതിന് അദ്ദേഹത്തോട് ചോദിക്കുക, നബിക്ക് അതിനെക്കുറിച്ച് കൃത്യമായി എന്തെങ്കിലും ഒരു സംശയം, വ്യക്തത വരുത്തേണ്ടി വന്നതുകൊണ്ട് തന്നെ ബുവാന എന്ന പ്രദേശത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് ചോദിച്ചു. അവിടെ വല്ല വിഗ്രഹാരാധന നടക്കുന്ന സ്ഥലമാണോ? മുമ്പ് ജാഹിലിയത്തിൽ വല്ല വിഗ്രഹാരാധന നടന്നിരുന്നോ? ജാഹിലിയത്തിൽ അല്ലെങ്കിൽ മറ്റേ മുസ്ലിം ആഘോഷങ്ങളോ ഉത്സവങ്ങളോ നടക്കുന്ന പ്രദേശമാണോ? അത് ചോദിച്ചു കഴിഞ്ഞിട്ടാണ് ഔഫി ബിനദിരിക, നീ നിന്റെ നേർച്ച നിറവേറ്റിക്കോ എന്ന് പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് പാടില്ല എന്നാണ് അതിന്റെ സാരം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഒരു മറുപടിക്ക് അല്ലെങ്കിൽ ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുത്തതിന്റെ രീതി, അതിന്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു മറുപടി കൊടുക്കേണ്ടത്. ഇപ്പൊ ഫത്വകൾക്കൊക്കെ പലപ്പോഴും അങ്ങനെ, ഇപ്പൊ ഒരു ഫത്വ ഒരാളൊരു ചോദ്യം ചോദിക്കുമ്പോ ഉത്തരം പറയുന്ന ആള് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ ഉത്തരം കൊടുക്കുക. ചിലപ്പോ അത് എല്ലായിടത്തും ചിലപ്പോ ആ ഫത്വയും അതിന്റെ മറുപടിയും എല്ലായിടത്തും ഒരേപോലെ ആയിക്കൊള്ളണമെന്നുമില്ല. സന്ദർഭവും സാഹചര്യങ്ങളും ഒക്കെ ചിലപ്പോൾ മാറാം. ഇപ്പൊ എവിടെ വെച്ച് വേണമെങ്കിലും നേർച്ച നിറവേറ്റാം എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഇതേപോലെ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ വിശ്വാസങ്ങളോ ആചാരങ്ങളോ ഒക്കെ നടന്നു വരുന്ന പ്രദേശം നമുക്ക് ചിലപ്പോൾ അറിയാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നന്നായി അന്വേഷിച്ചിട്ട് വേണം ഏതൊരു കാര്യത്തിനും മറുപടി കൊടുക്കുമ്പോൾ കൃത്യമായി ചോദ്യകർത്താവിന്റെ ഉദ്ദേശവും ലക്ഷ്യവും കൂടിയൊക്കെ മനസ്സിലാക്കിയിട്ട് മറുപടി കൊടുക്കണം എന്ന ഒരു പാഠം കൂടി അവിടെ ഉണ്ട്. അപ്പൊ അതാണ് രണ്ടാമത്തെ ആ ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പിന്നെ മൂന്നാമത്തെ അടുത്ത 11ാമത്തെ ചാപ്റ്റർ കൂടി നിങ്ങൾ നോക്കുക. ഇങ്ങനെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, കാരണം ഇതെല്ലാം ആകെ ഒരു ആയത്തും ഒരു ഹദീസൊക്കെ അവിടെ ഉള്ളൂ. ഇനി
11-ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് അള്ളാഹു അല്ലാത്തവർക്കുള്ള നേർച്ച ശിർക്കാകുന്നു എന്നാണ്. അപ്പൊ അതായത് ഇത് മൂന്നും ഒറ്റ കാര്യമാണ്. ആദ്യത്തതില് നമ്മൾ പറഞ്ഞത് എന്താണ്, അള്ളാഹു അല്ലാത്തവരുടെ പ്രീതിക്ക് വേണ്ടി അറുക്കൽ. അതിൽ നമ്മൾ പറഞ്ഞത് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ഒരു ഈച്ചയെ പോലും ബലി അർപ്പിക്കുന്നത് കുറ്റകരമാണെന്നും അതേപോലെ അള്ളാഹുവിന്റെ ശാപം കിട്ടുന്ന കാര്യവുമാണെന്ന് പറഞ്ഞു. രണ്ടാമത്തേൽ നമ്മൾ പറഞ്ഞത് പിന്നെ അള്ളാഹുവിന് വേണ്ടി അറുക്കുമ്പോൾ പോലും അവിടെ ഒരു ഏതെങ്കിലും തരത്തിൽ അള്ളാഹു അല്ലാത്തവരുടെ പ്രീതിക്ക് വേണ്ടി അറുക്കപ്പെട്ട ഏതെങ്കിലും സ്ഥലങ്ങളോ സാഹചര്യങ്ങളോ ബിംബാരാധനകളോ ഉത്സവങ്ങളോ നടന്ന സ്ഥലത്ത് വെച്ച് ആവരുത് ആ ബലി അറുക്കുന്നത്. മൂന്നാമത്തെ പിന്നെ അടുത്ത ചാപ്റ്ററിൽ ഇതിൽ പറയുന്നത് യൂഫൂന ബിൻ നദിരി വയഹാഫൂന യൗമൻ കാന ഷർറുഹു മുസ്തീറ, നേർച്ച അവർ നിറവേറ്റുകയും ആപത്ത് പടർന്നു പിടിക്കുന്ന ഒരു ദിവസത്തെ അവർ ഭയപ്പെടുകയും ചെയ്യുമെന്നാണ്. അപ്പം നേർച്ച നിറവേറ്റണം എന്നത് അള്ളാഹുവിന്റെ ഒരു കൽപ്പനയാണ്. അപ്പൊ അള്ളാഹു കൽപ്പിക്കുന്നത് ഇബാദത്താണ്. അപ്പൊ ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്യൽ ശിർക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. ഇബാദത്താണെങ്കിൽ അത് അള്ളാഹ്ക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ യൂഫൂന ബിൻ നദിർ, നേർച്ച നിറവേറ്റുകയും ചെയ്യുന്നവർ, അത് പിന്നെ സ്വർഗാവകാശികളുടെ ഗുണങ്ങൾ വിശദീകരിച്ച് പറയുന്ന കൂട്ടത്തിലാണ് പറഞ്ഞത്. നേർച്ച നിറവേറ്റുന്നവരാണ് അവർ. അപ്പൊ നേർച്ച ആരാധനയാണ് എന്ന് അതിൽ നിന്ന് നമുക്ക് കിട്ടി. അതേപോലെ അടുത്ത ആയത്തിലും അള്ളാഹു പറയുന്നു വമ അൻഫഖ്തും മിൻ നഫഖത്തിൻ ഔ നദർതും മിൻ നദിരിൻ ഫഇന്നല്ലാഹ യഅലമുഹു, നിങ്ങൾ എന്തൊന്ന് ചെലവഴിക്കുന്നതായാലും ഔ നദർതും മിൻ നദിരിൻ, അതല്ലെങ്കിൽ നിങ്ങൾ എന്തൊരു നേർച്ച നേരുന്നതായാലും അത് അള്ളാഹു അറിയുന്നവനാണ്. അപ്പൊ നമ്മൾ ചിലവഴിക്കുന്നത് എന്തും അള്ളാഹു അറിയും. അതേപോലെ നമ്മൾ ഏത് ചെറുതാവട്ടെ വലുതായിട്ട് നമ്മൾ നേരുന്ന നേർച്ചകൾ, നമ്മുടെ മനസ്സിലെ ആ നേർച്ചകളൊക്കെ അള്ളാഹു അറിയും. വമാലിദ്ദാലിമീന മിൻ അൻസ്വാർ, അക്രമകാരികൾക്ക് സഹായികളായി ആരും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല എന്നും പറയുന്നു. അപ്പൊ അവിടെയും പിന്നെ ചിലവഴിക്കുന്നത് പോലെ തന്നെ അള്ളാഹുവിന്റെ വേണ്ടി ചിലവഴിക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നതിന് പുണ്യമുള്ളതുപോലെ അള്ളാഹുവിന് വേണ്ടി നടത്തുന്ന നേർച്ചകൾ, നിറവേറ്റുന്ന നേർച്ചകൾക്ക് പ്രതിഫലമുണ്ട്, അത് അള്ളാഹു അറിയും എന്ന് പറയുമ്പോൾ അത് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ഒരിക്കലും പാടില്ല, അത് ശിർക്കായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ആയിഷ റളിയല്ലാഹുവിനെ നിവേദനം ചെയ്യുന്ന ഹദീസിൽ അവര് പറയാണ്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ നദറ അയ്യുതി അല്ലാഹ ഫൽയുതി, ആരെങ്കിലും അള്ളാഹുവിനെ അനുസരിക്കുവാൻ നേർച്ചയാക്കിയാൽ അവൻ അള്ളാഹുവിനെ അനുസരിച്ചു കൊള്ളട്ടെ. വമൻ നദറ അയ്യഅസില്ലാഹ ഫലാ യുഅസി, ആരെങ്കിലും അള്ളാഹുവിനെ ധിക്കരിക്കാൻ നേർച്ചയാക്കിയാൽ ഫലാ യുഅസി, അവൻ അള്ളാഹുവിനെ ധിക്കരിക്കരുത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ മാത്രമാണ് നേർച്ച നിറവേറ്റേണ്ടത്. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ നേർച്ച നിറവേറ്റേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ മൂലമോ അബദ്ധം മൂലമോ എന്തെങ്കിലുമൊക്കെ നേർച്ച നേർന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റേണ്ടതില്ല എന്നാണ്. ഏതൊരു നേർച്ചയും അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ മാത്രമേ ഉള്ളൂ. നല്ല കാര്യങ്ങളിൽ മാത്രമേ നേർച്ച നേരാൻ പാടുള്ളൂ. അതിലൊരു മോശം കാര്യം ചെയ്തേക്കാം എന്ന് നേർച്ച നേരാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു ഹറാമായ കാര്യം ചെയ്തേക്കാം എന്ന് നേർച്ച നേരാൻ പാടില്ല. മറിച്ച് നേർച്ചയെല്ലാം ഹൈറായ കാര്യങ്ങളായിരിക്കണം, നല്ല കാര്യങ്ങളായിരിക്കണം. ഭക്ഷണം നൽകുക, മൃഗങ്ങളെ അറുക്കുക, അതേപോലെയുള്ള നല്ല കാര്യങ്ങൾ കൊണ്ട് നേർച്ച നേരാം. നേർച്ച എന്ന് നമ്മൾ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണ് നേർച്ച എന്ന് പറഞ്ഞാൽ ഐച്ഛികമായ ഒരു കാര്യം നിർബന്ധമാക്കലാണ് നേർച്ച എന്നാണ് അതിൻ്റെ ഒരു നിർവചനം. അതിന് നേർച്ച എന്നുള്ളത് നിർബന്ധമായ ഒരു സംഗതി അല്ല, ഐച്ഛികമായ പുണ്യകരമായ ഏതെങ്കിലും ഒരു കർമ്മം അത് നമ്മൾ നിർവഹിച്ചു കൊള്ളാമെന്ന് പറയലാണ്, നിയ്യത്ത് ചെയ്യലാണ്. അങ്ങനെ അത് പറഞ്ഞ് അത് നിർവഹിക്കലാണ് നേർച്ച. അത് പറഞ്ഞാൽ അത് നിർബന്ധമായി മാറി. അത് ചെയ്യാമെന്ന് പറഞ്ഞാൽ, ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് നിർബന്ധമായി മാറി. അതിനെയാണ് സാങ്കേതികമായി നേർച്ച എന്ന് പറയുന്നത്. അപ്പൊ അത് എല്ലാ ആരാധനകളും എല്ലാ നന്മകളും നമുക്ക് അങ്ങനെ നിർവഹിക്കാമെന്നാണ്. ഇപ്പൊ സാധാരണ സുന്നത്തായ കർമ്മങ്ങളുണ്ട്, അറവുകളുണ്ട്, അതൊക്കെ നേർച്ചയായി അല്ലെങ്കിൽ നമ്മളത് നേർച്ചയായിട്ട് നമ്മളത് ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമായി മാറി. അപ്പൊ അത് നിർവഹിക്കുന്നവരെ കുറിച്ചാണ് യൂഫൂന ബിൻ നദർ, നേർച്ച നിറവേറ്റുന്ന ആളുകളെന്ന് പറഞ്ഞത്. അപ്പൊ അത് അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നമ്മുടെ ഇതിലൊക്കെ പറഞ്ഞത് എന്താണ്, എല്ലാം ഈ നേർച്ചകളെല്ലാം അതിലൊന്നും ചെറുതാകട്ടെ വലുതാവട്ടെ ഒന്നും
അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നിർവഹിക്കാൻ അള്ളാഹു അനുവാദം നൽകിയിട്ടില്ല. നിസ്കാരം പോലെ, പിന്നെ മറ്റുള്ള ദാനധർമ്മങ്ങൾ പോലെ, ആരാധനാ കർമ്മങ്ങൾ പോലെ, ഇത്തിക്കാഫ് പോലെ എല്ലാം ഈ നേർച്ചയും അള്ളാഹുവിന് വേണ്ടി മാത്രം ഉള്ളതായിരിക്കണം എന്നതാണ് ഈ അധ്യായങ്ങളിലെല്ലാം പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഈ 3 ചാപ്റ്ററിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളത് കൊണ്ടാണ് അത് ഒരുമിച്ച് പറഞ്ഞത്. ഇനി ഇതിന്റെയൊക്കെ വിശദീകരണങ്ങളിൽ പാഠങ്ങളിലൊക്കെ അവിടെ കൊടുത്തതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. 4 കാര്യങ്ങൾ നമ്മൾ ആദ്യത്തെ പാഠത്തിൽ പറഞ്ഞ 4 കാര്യങ്ങൾ അഥവാ ശാപം ലഭിക്കുന്ന 4 കാര്യങ്ങൾ പറഞ്ഞത് അതും വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതിലൊന്ന് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കുന്നത് ശാപം ലഭിക്കുന്ന, ശാപത്തിന് കാരണമാകുന്ന സംഗതിയാണെന്ന് പറഞ്ഞു. അതേപോലെ രണ്ടാമത് മാതാപിതാക്കളെ ശപിക്കുന്ന ആളുകൾക്ക് ശാപം എന്ന് പറഞ്ഞു. അപ്പൊ മാതാപിതാക്കളെ ശപിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മള് പിന്നെ നമ്മുടെ ഗൗരവമുള്ള വിഷയമാണ്. എന്നാൽ മറ്റൊരാളുടെ മാതാപിതാക്കളെ, ഇപ്പൊ നമ്മളുടേതല്ല, നമ്മുടെ സ്വന്തം മാതാപിതാക്കളല്ല, വേറെ ആളുടെ മാതാപിതാക്കളെ ചീത്ത പറയുന്നതും ആക്ഷേപിക്കുന്നതും എല്ലാം നമ്മുടെ മാതാപിതാക്കളെയും ചീത്ത പറയാനും ആക്ഷേപിക്കാനും കാരണം വെച്ചു കൊടുക്കലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ട്. അപ്പൊ നമ്മളൊരു മാതാപിതാക്കളെ ചീത്ത വിളിക്കുന്നത് വൻ പാപങ്ങളിൽ പെട്ടതാണെന്ന് പറഞ്ഞപ്പോ സ്വഹാബത്ത് അത്ഭുതത്തോടു കൂടി ചോദിച്ചത്, അള്ളാഹുവിന്റെ റസൂൽ ആരെങ്കിലും സ്വന്തം മാതാപിതാക്കളെ ചീത്ത വിളിക്കുമോ എന്നാണ്. കാരണം അവർക്ക് അതിന് കഴിയുമായിരുന്നില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇല്ല, മറിച്ച് ഒരാൾ മറ്റൊരാളുടെ മാതാപിതാക്കളെ ചീത്ത വിളിക്കുമ്പോൾ അവൻ ഇവരുടെ മാതാപിതാക്കളെയും ചീത്ത വിളിക്കും. അഥവാ അങ്ങോട്ടും ഇങ്ങോട്ടും വാപ്പാക്കും ഉമ്മാക്കും ഒക്കെ വിളിക്കുന്ന, അല്ലെ, അനാവശ്യങ്ങളും തെറികളും ഒക്കെ പറയുന്ന ആളുകൾ, വഴക്കിടുമ്പോൾ, പിണങ്ങുമ്പോൾ, ഏതെങ്കിലുമൊക്കെ ഇത് വരുമ്പോഴത്തേക്കും വായിൽ വരുന്നൊക്കെ വിളിച്ചു പറയുന്ന ആൾക്കാർ അപ്പോഴും ഈ പിന്നെ മാതാപിതാക്കളെ ആയിരിക്കും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് തെറി പറയുന്ന പരാമർശങ്ങളിൽ പോലും ആളുകൾ ഉപയോഗിക്കുന്നത് എന്തായിരിക്കും? ഈ അശ്ലീല വാക്കുകളിലൊക്കെ ഉപയോഗിക്കുന്നത് മാതാപിതാക്കളെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള വാക്കുകളാണ്. കാരണം മറ്റൊരാൾക്ക് അപ്പൊ ഒന്നും കൂടി ദേഷ്യവും വൈരാഗ്യവും വരും. അപ്പൊ അവരും തിരിച്ചു പറയും. അപ്പൊ യഥാർത്ഥത്തിൽ അങ്ങോട്ട് നമ്മൾ വേറെ ആളുടെ മാതാപിതാക്കളെയാണ് പറയുന്നതെങ്കിലും അക്ഷരാർത്ഥത്തിൽ അത് നമ്മുടെ മാതാപിതാക്കളെ ശപിക്കുന്നതിന് തുല്യമാണ്. കാരണം ഇങ്ങോട്ടും ആ മാതാപിതാക്കളുടെ മേൽ ചീത്ത വിളിപ്പിക്കാനുള്ള കാരണക്കാരായി നമ്മൾ മാറുന്നു എന്നതാണ്. അപ്പൊ അതൊക്കെ ഈ പറഞ്ഞ ശാപം ലഭിക്കുന്ന പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നതാണ്. പിന്നെ ആ കൂട്ടത്തിൽ ഭൂമിയുടെ അതിരുകൾ പിന്നെ തെറ്റിക്കുന്ന ആളുകൾക്ക് ശാപം എന്ന് പറഞ്ഞു. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താ, നമ്മുടെ അതിരുകൾ, സാധാരണ നമ്മുടെയൊക്കെ സ്ഥലം, നമ്മുടെയൊക്കെ സ്ഥലത്തിന്റെയൊക്കെ വേലിയും അതേപോലെ മതിൽക്കെട്ടുകളുമെല്ലാം അതിനൊക്കെ കൃത്യമായി നമ്മുടേതും അവരുടേതും എന്നൊക്കെയുള്ള അതിരുകൾ ഉണ്ടല്ലോ. അപ്പൊ അത് കയറ്റുകയും ഇറക്കുകയും അനാവശ്യമായിട്ട് കൈവശപ്പെടുത്തുകയും അതിക്രമിച്ച് കയറി കൂടുകയൊക്കെ ചെയ്യുന്നത് ഈ ഭൂമിയുടെ അതിരുകളെ തെറ്റിക്കുന്നതിന്റെ ഭാഗമാണ് എന്നാണ്. ഇപ്പം മതിലൊക്കെ ആകുമ്പോഴത്തേക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. പണ്ടെന്ന് പറയുമ്പോൾ വേലികളാണ്, വേലി അങ്ങോട്ട് കയറ്റി കുത്തുന്നത് അല്ലെങ്കിൽ ഇറക്കി കുത്തുന്നത്, അതിന്റെ പേരിൽ തർക്കങ്ങളാകുന്നത്, വഴക്കുകളാകുന്നതൊക്കെ നമ്മൾ പലപ്പോഴും ഒക്കെ പല സ്ഥലങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നതാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അനാവശ്യമായ ഒരാളുടെയും ഇത് കൈക്കലാക്കാൻ ശ്രമിക്കാൻ പാടില്ല എന്നാണ്. നമുക്ക് നഷ്ടപ്പെട്ടപ്പോഴും മറ്റൊരാളുടെ നമ്മുടെ അറിയാതെ നമ്മുടെ കൈവശത്തിലേക്ക് വരാതിരിക്കാനാണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും. ഇപ്പൊ സഹോദരന്മാർക്കിടയിൽ പോലും ചിലപ്പോ അതിരിന്റെ പേരിലൊക്കെ തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്, അതിന്റെ പേരിൽ പിണക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതൊക്കെ പിന്നെ അത്തരത്തിൽ ആരുടെയെങ്കിലും ഒക്കെ ഏതെങ്കിലും കയ്യൂക്ക് കൊണ്ടോ അതല്ലെങ്കിൽ പിന്നെ നിയമ നടപടികൾ കൊണ്ടോ കൃത്രിമം കാണിച്ചുകൊണ്ടോ ഒക്കെ നമ്മൾ കൈക്കലാക്കിയാൽ പോലും അതും എന്തിലാണ് പെടുക? ഈ പറഞ്ഞ മൻഗയ്യറ മനാറൽ അർളി, ഭൂമിയുടെ അതിരുകൾ ലംഘിക്കുന്നവരെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ വിഭാഗത്തിൽ പെടും. അതേപോലെ മറ്റൊന്ന് നമ്മൾ പറഞ്ഞത് മുഹദ്ദിസിന് അഭയം നൽകുക എന്നാണ്. അഥവാ ഇസ്ലാമിക ശിക്ഷക്കർഹരായ ആളുകൾക്ക് അഭയം നൽകാൻ പാടില്ല. അതും തെറ്റാണ്. കാരണം അവർക്ക് ശിക്ഷക്ക് വിധേയരാകേണ്ട ആളുകളാണ്. അവർക്ക് അഭയം നൽകുന്നതും പിന്നെ ഈ പറഞ്ഞ ശാപത്തിന് വിധേയമാകുന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞ 4 വിഭാഗത്തിൽപ്പെട്ടതാണ്. പിന്നെ ആ ഈച്ചയുടെ കഥ, അത് നമുക്ക് എളുപ്പത്തിൽ അതിന്റെ ഗൗരവം ഓർത്തു വെക്കാൻ സഹായിക്കുന്ന ഒരു ചരിത്രമാണ്. അതിന്റെ പേരിൽ സ്വർഗവും നരകവും എല്ലാം തീരുമാനിക്കപ്പെട്ട സംഭവം. അപ്പൊ അത് ഒന്നാമത്തെ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. രണ്ടാമത്തതിൽ നമ്മൾ പറഞ്ഞത് ബുവാന എന്ന സ്ഥലത്ത്
ബലി അറുക്കുന്നതിനെ കുറിച്ച് ചോദിച്ച ആൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മറുപടിയാണ്. അപ്പൊ ഇത് ബഹുദൈവ വിശ്വാസികളുടെ ആചാരങ്ങളോട് അല്ലെങ്കിൽ ആചാരങ്ങൾ നടക്കുന്ന സ്ഥലത്ത് വെച്ച് ഒരു നന്മ ചെയ്യാൻ പോലും പാടില്ല എന്നുകൂടിയാണല്ലോ അതിന്റെ ആശയം. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നത് ബഹുദൈവാരാധകരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാമോ എന്നാണ് ഇന്ന് ആളുകൾക്ക് സംശയം. ഓണം, ക്രിസ്മസ് പോലെയൊക്കെയുള്ള ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും, അത് മതപരമായ ആഘോഷങ്ങളാണ്, അതിന്റെ പല കാര്യങ്ങളൊക്കെ അതിലുണ്ടെന്നൊക്കെ എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും അതിൽ പങ്കെടുക്കാമോ, അതിന്റെ ഭാഗമാകാമോ എന്നൊക്കെ സംശയങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഇവിടെ ഒക്കെ പോയിട്ട് ഒരു നന്മ പോലും, അള്ളാഹു അനുവദിച്ച ഒരു നന്മ പോലും അത്തരം സ്ഥലങ്ങളിൽ വെച്ചിട്ടൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവരോട് സാദൃശ്യം പുലർത്തുന്നതിന്റെയൊക്കെ അവസ്ഥ എത്ര ഗൗരവമായിരിക്കും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ആരാധനയാണ് ബലി എന്നുള്ളത്, നേർച്ച എന്നുള്ളത്. അത് കൃത്യമായി ഖുർആൻ നമുക്ക് ആരാധനയായി പഠിപ്പിച്ചു തന്ന കാര്യമാണ് എന്നുകൂടി മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് അത്രയും കാര്യങ്ങളാണ് ഈ അധ്യായങ്ങളിൽ ഉൾക്കൊള്ളുന്നത്. നമ്മൾ കൂടുതൽ വായിക്കുകയും ഹദീസുകളിലും ആയത്തിലും വന്ന അതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ പഠിച്ച് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.